ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രോംപ്റ്റ് സെല്ലിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ റിക്കറിംഗ് ആയിട്ടുള്ളൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. കാരണം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് പ്രോംപ്റ്റ് ജനറേഷൻ മെത്തേഡ്, അതേപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്കിത് ചെയ്യാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന മാർക്കറ്റ് പ്ലേസസ് എവിടെയൊക്കെയാണെന്നും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഞാൻ അവസാനം ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കാരണം വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഈ മെത്തേഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക. സോ ആദ്യം നമുക്ക് എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ പ്രോംപ്റ്റ് സെല്ലിംഗ് മെത്തേഡ് എന്ന് ഞാൻ കാണിക്കാം. അപ്പം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു 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 ലയൻ്റെ ഒരു ലോഗോ പോലത്തെ ഒരു ഇമേജ് കാണുന്നില്ലേ. സോ ഇത് ഞാനൊരു പ്രോംപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ ആ പ്രോംപ്റ്റ് ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല, ഞാനത് വേറൊരാൾ ജനറേറ്റ് ചെയ്തത് ഞാൻ $2 കൊടുത്ത് വാങ്ങിക്കൊണ്ടാണ്. ഈ ഒരു ഇമേജ് മാത്രമല്ല, വേറെ കുറേ ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോംപ്റ്റ് ഞാൻ വാങ്ങുകയാണ് ചെയ്തത്. സോ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഈ ജനറേറ്റീവ് ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ 1-2 വർഷങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ AI ഇൻഫ്ലുവൻസ് വളരെയധികം കൂടി. സോ എല്ലാ മാർക്കറ്റ് പ്ലേസസിലും എല്ലായിടത്തും AI ഉപയോഗിക്കാൻ തുടങ്ങി. അതിൽ ഫ്യൂ ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തുകൊണ്ട് ടെക്സ്റ്റിനെ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മിഡ് ജേണി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു AI പ്ലാറ്റ്ഫോം ഉണ്ട്. അതേപോലെ ChatGPT ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ഇവിടെയെല്ലാം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ബേസ് ചെയ്തിട്ടാണ് ഒരു AI റിസൾട്ട് ജനറേറ്റ് ചെയ്യുക. സോ നമ്മൾ എത്രത്തോളം കറക്റ്റായിട്ട് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. സോ അതുകൊണ്ട് തന്നെ AI എഞ്ചിനീയർ അല്ലെങ്കിൽ AI പ്രോംപ്റ്റ്സിന് വളരെയധികം ഡിമാൻഡാണ് ഇപ്പോൾ റീസെൻറ്റ് ടൈംസിലുള്ളത്. സോ ഈ പ്രോംപ്റ്റ്സിന് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന AIയോട് ഇത് ചെയ്യണം, ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇമേജ് എങ്ങനെ ജനറേറ്റ് ചെയ്യണം, എനിക്ക് ഈ സ്ക്രീനിൽ എനിക്കൊരു ലയണിൻ്റെ പിക്ചർ ലോഗോ എനിക്ക് ഇങ്ങനെ വേണം, ഇതേപോലത്തെ ഡീറ്റെയിൽസോടെ എനിക്ക് വേണം എന്ന് ഞാൻ പറയുന്നതിനാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ആ പ്രോംപ്റ്റ് എങ്ങനെ സെല്ല് ചെയ്യാം എന്നാണ് ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു സിമ്പിളായിട്ട് ഇതിന് ആക്ച്വലി ഒരു വാല്യൂ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ഞങ്ങൾക്കൊരു ഐഡിയ തരാം. ഞങ്ങൾക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ വാങ്ങിയ ഒരു പ്രോംപ്റ്റാണ്. സോ ഞാൻ വാങ്ങിയിരിക്കുന്നത് വെച്ചാൽ ടോപ്പ് ക്വാളിറ്റി സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോംപ്റ്റാണ് ഞാൻ വാങ്ങിയത്. ഞാനൊരു $2 കൊടുത്തിട്ടാണ് ആക്ച്വലി ഒരു 6-7 months മുന്നേ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ പ്രോംപ്റ്റാണ് ലയൺ ടാറ്റു, സ്റ്റിക്കർ വെക്ടർ ഇല്ലുസ്ട്രേഷൻ, ഹൈ ഡീറ്റെയിൽസ്, ക്രേസി കാർട്ടൂൺ, എപ്പിക് സീൻ എല്ലാം കോമോ കൊടുത്തിട്ട് എനിക്ക് ഒരു ലയണിൻ്റെ ടാറ്റു വേണം, അതിൽ സ്റ്റിക്കർ വെക്ടർ ഇല്ലുസ്ട്രേഷനിലായിരിക്കണം, ഹൈ ഡീറ്റെയിൽസ് ആയിരിക്കണം, ക്രേസി കാർട്ടൂൺ ആയിരിക്കണം, എപ്പിക് സീൻ ആയിരിക്കണം, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നു. കളർ എങ്ങനത്തെ വേണം, വൈബ്രൻറ്റ് കളർ വേണം, അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഞാനിവിടെ ലയണിന് പകരം ഞാനിവിടെ കാറെന്ന് ആക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ആ കാറിൻ്റെ ഇമേജാണ് എനിക്കിവിടെ വരിക. അപ്പോൾ ഇതൊക്കെ ഒരു എക്സാമ്പിൾസാണ്. ഈ ഒരു പ്രോംപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ ചാൻസസ് ഉള്ള കാർ, BMW ഒരു കാറ്, അതേപോലെ ഒരു പാണ്ട, പിന്നെ അതേപോലെ ഒരു ലയണിൻ്റെ വെക്ടർ ഇമേജ്, പിന്നെ ഒരു പൂച്ച, അങ്ങനെ ഇങ്ങനത്തെ ഇമേജസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോംപ്റ്റാണ് ഇത് ഞാൻ $2 കൊടുത്ത് വാങ്ങിയതാണ്. സോ ഇതേപോലെ നിങ്ങൾക്കും ഇതേപോലെ തന്നെ പ്രോംപ്റ്റ് വളരെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോംപ്റ്റ് മാർക്കറ്റ് പ്ലേസസിൽ പോയി നിങ്ങൾക്കിത് വിൽക്കാം. അതിന് വിൽക്കുന്നതിന് നിങ്ങൾക്ക് $1 or $2 നിങ്ങൾ $1 or $2 വളരെ ചെറുതാണ് വെക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് വെറും 5-10 മിനിറ്റ് മാത്രമാണ്. സോ വീഡിയോ അവസാനം കാണാൻ ഞാൻ എങ്ങനെ ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ ഞാൻ കാണിക്കുന്നുണ്ട്, ഒരു എക്സാമ്പിളോടെ ഞാൻ കാണിക്കുന്നുണ്ട്. സോ ഇത് മാർക്കറ്റ് പ്ലേസ് നമ്മൾ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. മാർക്കറ്റിൽ വളരെ ഡിമാൻഡായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള പ്രോംപ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് അത് നമ്മൾ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ പ്രോംപ്റ്റ് നമ്മൾ മാർക്കറ്റ് പ്ലേസസിന് നമ്മൾ അതിനെ ലിസ്റ്റ് ചെയ്യുന്നതിനാണ് പ്രോംപ്റ്റ് സെല്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ അതിൽ കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ട് ഇപ്പോൾ ഉള്ള ഒരു വെബ്സൈറ്റ്സിൻ്റെ ലിസ്റ്റ് പറയുന്നത് ടോട്ടലി 6 വെബ്സൈറ്റ്സ് ഉണ്ട്. സോ അതിലൊന്നെന്ന് പറയുന്നത് പ്രോംപ്റ്റ് ബേസ് ആണ്. ഇപ്പോൾ നമ്മൾ പ്രോംപ്റ്റ് ബേസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രോംപ്റ്റ്സ് സെല്ല് ചെയ്യണം അല്ലെങ്കിൽ വാങ്ങുന്നതും ആയിട്ടുള്ള വെബ്സൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് പേജ് പോയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വെബ്സൈറ്റ് ഡിഫറെൻറ്റ് AI മോഡൽസ്, മിഡ് ജേണി, ഡാലി, സ്റ്റേബിൾ ഡിഫ്യൂഷൻ, അതേപോലെ തന്നെ GPT പ്രോംപ്റ്റ്സ്, അതായത് ChatGPT പ്രോംപ്റ്റ്സ്, ഇതൊക്കെയാണ് ഇതിൽ വിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം ഓരോ ലിസ്റ്റിങ്സിന്. ഇപ്പോൾ ആനിമേ ഗ്രാഫിറ്റി ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റാണ്.
സോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $2.99 ആണ്. സോ ഇത് നമുക്ക് വാങ്ങണമെങ്കിൽ ഇത് ഗെറ്റ് പ്രോംപ്റ്റ് കൊടുത്ത് നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും, ഈ പ്രോംപ്റ്റ് കിട്ടും. ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മിഡ് ജേർണിയിൽ നമുക്ക് ഇതേപോലത്തെ ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് പ്രോംപ്റ്റ് ബേസ് ആണ് ആദ്യത്തെ ഒരു വെബ്സൈറ്റ്. രണ്ടാമത്തെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് ഹീറോ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. ഇതും സിമിലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിങ്ങളുടെ പ്രോംപ്റ്റ് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നു, അതിനനുസരിച്ച് അത് വാങ്ങുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റവന്യൂ കിട്ടുന്നു. പിന്നെ മൂന്നാമത്തേതെന്ന് പറയുന്നത് പ്രോംപ്റ്റി AI എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി നിങ്ങൾക്ക് കാണിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. സോ ഇതും അതേപോലെ തന്നെ നല്ല ഈ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് prompter.io എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റാണ്. സോ ഇത് സിമിലർ ടു പ്രോംപ്റ്റ് ബേസ് പോലെ നിങ്ങൾക്ക് കാണുമ്പോൾ അതേപോലെ തോന്നും. സോ ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു, നമ്മളതിവിടെ വിൽക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് റവന്യൂ കിട്ടുന്നു. പിന്നെ ഉള്ളത് തന്നെ പ്രോംപ്റ്റ് ഫോർ മീ എന്നൊരു വെബ്സൈറ്റ്. സോ എല്ലാ വെബ്സൈറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്കത് യൂസ് ചെയ്ത് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അവസാനത്തേത് വന്ന് promptsellers.com എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റാണ്. സോ ഇതുമെല്ലാം ഈ 6 മാർക്കറ്റ് പ്ലേസസിൽ നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോംപ്റ്റ്സ് നിങ്ങൾ ലിസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അഡ്വർടൈസ്മെൻറ്റിനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിനനുസരിച്ചുള്ള റവന്യൂ വരാൻ തുടങ്ങും. അത് ആൾക്കാർക്ക് ആ പ്രോംപ്റ്റ് നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രോംപ്റ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, എങ്ങനത്തെ പ്രോംപ്റ്റ്സ് ആണ് ആൾക്കാർക്ക് ആ ഡിമാൻഡ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഓരോ 1-2 വീഡിയോ പ്രോംപ്റ്റ് നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾ ലിസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പോയി നോക്കുക, നിങ്ങൾ പ്രോംപ്റ്റ് ബേസിൽ പോയി നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നതും അല്ലെങ്കിൽ ഫേവറേറ്റ്സും വ്യൂസും കൂടുതലായിട്ടുള്ള ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രോംപ്റ്റ്സ് ഏതാണ് അത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി. സോ നമ്മൾ ലാസ്റ്റ് സെക്ഷനോട്ട് വരാണ്, എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് ഏറ്റവും നമ്മൾ AI പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേറൊരു പ്രോംപ്റ്റ് യൂസ് ചെയ്യാണ്. ഒരു എക്സാമ്പിളിന് ChatGPT പോയിട്ട് ഞാനൊരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആസ് എൻ എക്സ്പേർട്ട് പ്രോംപ്റ്റ് എഞ്ചിനീയർ ഫോർ ജനറേറ്റിംഗ് ടെക്സ്റ്റ് ടു ഇമേജ് മോഡൽ യൂസിങ് മിഡ്ജേർണി, ഗിവ് മി എ പ്രോംപ്റ്റ് ടു ജനറേറ്റ് മോഹൻലാൽ ഇൻ ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സ്. സോ ഞാൻ പറഞ്ഞത് ChatGPT ഞാൻ പറയുന്നത് നിങ്ങൾ മോഹൻലാൽ ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സിലുള്ള ഒരു ഇമേജ് എനിക്ക് ഡിഫറെൻറ്റ് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറയാണ്. എന്നിട്ട് ഞാനത് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇതാ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് മോഹൻലാൽ ദ റിനോഡ് ഇന്ത്യൻ ആക്ടർ പീസ്ഫുള്ളി cruising through the tranquil backwaters of Alappuzha. Show him seated on a traditional houseboat surrounded by lush greenery and gently rippling waters. സോ നിങ്ങൾക്കിവിടെ കാണാം, ഞാനിവിടെ കൊടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ്, ടെക്സ്റ്റാണ്, പ്രോംപ്റ്റാണ് കൊടുത്തത്. പക്ഷേ അതിന് ഡീറ്റെയിൽ ആയിട്ട് ആ ഇമേജിൽ എന്തൊക്കെ വേണം, മോഹൻലാൽ എവിടെ ഇരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ എവിടെയാണ് ഇരിക്കുന്നത്, സീനറി ബാക്ക്ഗ്രൗണ്ട് സീനറിൻ്റെ കളർ എന്തായിരിക്കണം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഇതും വെച്ചുകൊണ്ട് ഒരു പ്രോംപ്റ്റ് നമുക്ക് ജനറേറ്റ് തന്നു. സോ നമ്മളിവിടെ ഫ്രീ ആയിട്ട് ChatGPT ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ പ്രോംപ്റ്റ്സ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പ്ലേസസിൽ പോയി നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഇതിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രോംപ്റ്റിന് നമുക്ക് അതാത് മാർക്കറ്റ് പ്ലേസസിൽ പോയിട്ട് അതുപോലെ എക്സാമ്പിൾ മിഡ് ജേർണിയിൽ പോയിട്ട് നിങ്ങൾ അവിടെ പേസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന ഇമേജസ് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് അതും ആ ഇമേജസും കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ട് വേണം നിങ്ങളിവിടെ ലിസ്റ്റ് ചെയ്യാൻ, പ്രോംപ്റ്റ് ബേസിൽ ലിസ്റ്റ് ചെയ്യാൻ. സോ ഇതാണ് ഞാൻ പറയുന്ന പ്രോംപ്റ്റ് സെല്ലിംഗ് മെത്തേഡ്. സോ ഇവിടെ നിങ്ങൾ ഇത് വളരെ ഡിമാൻഡായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇപ്പോൾ ഉള്ള ജനറേഷനിൽ ജനറേറ്റീവ് AI എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മെത്തേഡ്, ഒരു സാധനമായി മാറിയിരിക്കുന്നു. സോ അതിൽ തന്നെ നമ്മൾ ഇതിനെ ഇപ്പോൾ തന്നെ ഇതിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് നമ്മളിതിൽ പ്രോംപ്റ്റ്സ് സെല് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് കുറച്ചുകൂടിയും കൂടുതലായിട്ട് നമ്മൾ ആ മാർക്കറ്റ് പ്ലേസസിൽ നമ്മൾ പോപ്പുലറായി നമുക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോംപ്റ്റ് ബേസിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു ലിസ്റ്റിംഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് ബേസ് ചെയ്തിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.